നമുക്കിന്നൊരു ചീര അവിയൽ വെച്ചാലോ? അപ്പോൾ വായു എൻ്റെ കൂടെ എല്ലാവരും. നമുക്ക് ചീര അവിയലിൻ്റെ കഷ്ണത്തിൻ്റെ നീളത്തിൽ നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. അതിനോടൊപ്പം തന്നെ ഒരു തക്കാളി, ഒരു പച്ചമാങ്ങ, ഒരു പഴുത്ത മാങ്ങ, 2 പച്ചമുളക്, ഇത്രയാണ് ഞാൻ നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും എന്നൊക്കെ പറഞ്ഞത് പഴുത്ത കളറാണെങ്കിലും പുളിയുള്ള മാങ്ങയാണ് എൻ്റെ പഴുത്ത മാങ്ങ. അതോടൊപ്പം തന്നെ പച്ചമാങ്ങയ്ക്കും അധികം പുളിയില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു തക്കാളിയും കൂടെ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ പുളി അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ സാധനം ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ചീര, അവിയലിൻ്റെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ ചീര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് മാങ്ങ കഷ്ണങ്ങളും മാങ്ങയുടെ അകത്തെ കുരു ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മാങ്ങയുടെ തൊലിയൊന്നും കളയാതെയാണ് മാങ്ങ എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ നാട്ടുമാങ്ങയാണ് രണ്ടും. അപ്പോൾ അതുകൊണ്ട് തൊലി കളയാതാണ് എടുത്തിട്ടുള്ളത്. പുറത്തു നിന്നൊക്കെ നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ മാക്സിമം തൊലി കളഞ്ഞിട്ട് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അതിന് മുകളിലോട്ട് അതിനാവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിതിനകത്ത് വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല. കാരണം മാങ്ങയ്ക്കകത്ത് വെള്ളമുണ്ട്, തക്കാളിക്കകത്തും വെള്ളമുണ്ട്, ചീരയ്ക്കകത്തും വെള്ളമുണ്ട്. പച്ചമുളകിനകത്ത് മാത്രമേ ഉള്ളൂ വെള്ളമില്ലാത്ത ഒരു സാധനം. അപ്പോൾ നമ്മൾ വെള്ളമില്ലെന്നല്ല, അങ്ങനെ വെള്ളമില്ലാത്തത്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കഷ്ണത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്രയാണോ അത് മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഞാൻ 5 അല്ലി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി, ജീരകം, തേങ്ങ, പച്ചമുളക്, 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ മുളകിനധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് അവിയലിനകത്ത് ഇട്ടതും 2 പച്ചമുളക് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതും. അപ്പോൾ ഇത്രയും ഞാൻ നല്ല കറിവേപ്പില ഇതിനകത്ത് അരയ്ക്കേണ്ടവർക്ക് അരയ്ക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് ഞാൻ അരച്ചിട്ടുള്ളത്. എനിക്ക് അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ഇടുന്നതാണ് ഒന്നുകൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ അരച്ച് നല്ല മഷി പോലെ, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം തരിതരിപ്പായിട്ട് ഒരു കാരണവശാലും അരയ്ക്കരുത്. അരച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അവിയലെന്ന് പേരുണ്ടെങ്കിലും ചീര അവിയൽ വരുമ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പോലെ തന്നെ എടുക്കണം. എങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ പക്ക ചീര അവിയലല്ലിത്. സത്യം പറഞ്ഞാൽ ചീര അവിയൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ അവിയലായിട്ട് എടുക്കുമല്ല നമ്മളിത്. ചീര മാത്രം ഇട്ടിട്ട് ഉള്ളൊരു അവിയലാണിത്. അപ്പോൾ അവിയലിൻ്റെ അരപ്പും അവിയലിൻ്റെ നീളത്തിലുള്ള കഷ്ണങ്ങളും ഒക്കെ ചേർക്കുന്നതുകൊണ്ടായിരിക്കും ചീര അവിയലെന്ന് ഇതിനിവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണോ ചീര അവിയൽ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്തതിന് ശേഷം ആ ജാറൊന്ന് കഴുകി ഒരു ശകലം വെള്ളം ഒന്ന് തൂവിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഞാൻ ചെയ്തതുപോലെ അബദ്ധം നിങ്ങൾ കാണിക്കരുത്. നമ്മൾ യാതൊരു കാരണവശാലും തേങ്ങയുടെ അരപ്പ് ചേർത്ത കറി തിളപ്പിക്കാൻ പാടില്ല. അത് നമുക്ക് കൊളസ്ട്രോൾ ഹൈ ആക്കുകയും കൊളസ്ട്രോൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡിക്കത് ദോഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അരപ്പ് തിളപ്പിക്കാതിരിക്കുക. അപ്പോൾ തിളച്ചെല്ലാം സെറ്റായി വന്നപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഓപ്ഷണലാണ് കറിവേപ്പില. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഓപ്ഷണലാണ്. പക്ഷേ വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടിച്ച് അതിൻ്റെ പുറത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോഴാണ് കറക്റ്റ് നമുക്കൊരു ടേസ്റ്റ് കിട്ടുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന കറികൾക്ക് ഒരു അസാധ്യ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. അടച്ച് വെച്ചതിന് ശേഷം ഞാൻ മോൾക്ക് ചോറ് കൊടുക്കാനായിട്ട് ചോറ് വിളമ്പി. ചോറ് മീൻ പീര പറ്റിച്ചുണ്ടായിരുന്നു, അതുപോലെ തന്നെ മത്തി പൊരിച്ചുണ്ടായിരുന്നു, അസ്ത്രം ഉണ്ടായിരുന്നു, ചീര അവിയലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ്. അപ്പോൾ വാഴയ്ക്ക തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതുണ്ടായിരുന്നു, അത് നിങ്ങളെ കാണിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോറുണ്ണാം. അപ്പോൾ എല്ലാവരും കഴിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിച്ചിട്ടില്ലാത്തവർ ഓടി വായോ, ചീരവിയലും കൂട്ടി നമുക്ക് ചോറുണ്ണാം. നല്ല ചൂടസ്ത്രവും ചേമ്പും ചേനയൊക്കെ ഇട്ട് വെച്ച് നല്ല ചൂടസ്ത്രമൊക്കെ ഉണ്ട്.